So, Norman, that was the end of the wall, you mean? Yeah, that's I mean, the wall that we joke? come up, but I think the pub's upstairs. But... Wow, so that's 500 years old. Which one? That one? At least them one. I'm not sure about the middle one. Them one. No, I mean, I'm talking about the wall. Oh, the wall, yeah. സോ ന്യൂറംബർഗ് നഗരത്തിലൂടെയുള്ള കാഴ്ചകളാണ്. അതിമനോഹരമായ കാഴ്ചകൾ. നമുക്കറിയുന്ന പോലെ ഹിറ്റ്ലറുടെ നഗരമാണ്. അപ്പം തന്നെ ഒത്തിരി 600 BC AD കാലഘട്ടത്തിലൊക്കെ തന്നെ ഒരുപാട് മതപരിവർത്തനമൊക്കെ നടന്ന സ്റ്റേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ ഒത്തിരി കാത്തലിക്സിൻ്റെ ഇവിടെ വളരെ റിലീജിയസ് ആണ് ഇപ്പോൾ ഉള്ളത്. ന്യൂറംബർഗ് വളരെ ഒരു ബ്യൂട്ടിഫുൾ കാം ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. സോ ഇത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ ആണ്. ഇസ്തംബൂൾ റെസ്റ്റോറൻ്റാണ് മുന്നിൽ കാണുന്നത്. ഇവിടെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ കഴിക്കുന്നത് വളരെ നല്ലൊരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ചുറ്റും റെസ്റ്റോറൻറ്റുകളാണ്. മാസ്ട്രോ ഒരു പിസ്സ റെസ്റ്റോറൻ്റാണ്. പിന്നെ മുന്നിൽ കാണുന്നത് ആണ് ന്യൂറംബർഗിലെ ഏറ്റവും വലിയ കത്തീഡ്രൽ. നമുക്ക് ഇത്രയും ഹിസ്റ്ററി എൻ്റെ കൂടെ നമ്മുടെ ഒരു കൊളീഗ് നോർമൻ മെക്ഡൊണാൾഡ്, അദ്ദേഹം ഒരു നല്ലൊരു ഹിസ്റ്റോറിയനാണ്. ഒത്തിരി ഹിസ്റ്ററിയെക്കുറിച്ചൊക്കെ ഒരുപാട് അറിവുള്ള ഒരു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നിന്ന് എടുത്തുനിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമ്മളിങ്ങനെ ഒരു വാക്കിന് കൊണ്ടുപോകായിരുന്നു. അപ്പം നമുക്കൊരു ഡിന്നറുണ്ട്. So that's Istanbul. That's Istanbul. Yeah. You see it now on your map? No, actually, oh really? No. എന്താ ഒരു ശരിക്കൊരു വലിയൊരു ഇതൊന്നും ഇല്ലാത്തൊരു നല്ലൊരു സിറ്റി അല്ലേ ചേട്ടാ? നല്ലത്. അതെ തീർച്ചയായിട്ടും. സോ ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ്സ് ആണ് നമ്മുടെ ഇവിടെയുള്ളതിൽ ന്യൂറംബർഗ് സിറ്റിയിൽ. Great arm. Yeah. And thank you for your visit and enjoy your steak plates. Oh, thank you. No problem. Thank you. Machst du das? I try my best. But that was... Ich habe mir das von Lothar Matthäus auch ein bisschen abgeguckt. Tell him in German. His English was... പഴയ ന്യൂറംബർഗിൻ്റെ കവാടത്തിലേക്ക് കടക്കുകയാണ്. ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ പ്രധാനപ്പെട്ടൊരു കളിയാണ് വാഫൻഹോഫ്, കണ്ടില്ലേ? അപ്പം ഇതാണ് അതിനകത്തേക്ക് കിടക്കുമ്പോഴുള്ള കാഴ്ച. അതിമനോഹരമായൊരു കാഴ്ചയാണ്. പുരാതന ന്യൂറംബർഗ് സിറ്റി 500 വർഷങ്ങൾക്ക് മുമ്പ് മെഡീവൽ കാലഘട്ടത്തിൽ നിർമ്മിച്ചൊരു വാൾ, ന്യൂറംബർഗ് വാൾ, വളരെ പ്രസിദ്ധമായ. അപ്പം I've been kidnapped, right? No, I just want to make sure that, you know, like, because അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ആധുനിക, ഇതാണ് ഈ കാണുന്ന ഇടത് ഭാഗത്ത് കാണുന്ന, ഇതാണ് അതിന് മുകളിലായിട്ട് കാണാം. വളരെ ഭംഗിയായിട്ട് ആളുകൾ, അതായത് പടയാളികൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച, അതായത് കോട്ടയ്ക്ക് പുറത്തായിട്ട് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരുപാട് എന്താ പറയുക, അന്നത്തെ സാങ്കേതികത എന്ന് പറയാം. വളരെ മനോഹരമാണ്. ഞങ്ങളിങ്ങനെ ഒരു വാക്കിന് ഇറങ്ങിയതാണ്. The construction, look at the technology that they used. That's what it is. What technology? No, look on the top. You know what they used to do there? No one can enter the city house. To protect the city. Yes, exactly. All the soldiers were there on the top of it. Okay, they will just stay on top of it, and no one can, with the hands up, no one can enter down. It's through the wall plus. When they try to, lazim jaws as passport control. Yeah, lazim. I mean, this is. Yeah, that's what they say. These windows. വീണ്ടും ഇത് ആ വാളിൻ്റെ ഒരു ഭംഗി കണ്ടോ, എത്ര ദൂരത്തിലാണ്. അന്ന് 4 കിലോമീറ്ററോളം ഇപ്പോഴും അത് കിടക്കുന്നുണ്ടെന്ന്. സിറ്റിയെ, പഴയ ന്യൂറംബർഗ് സിറ്റിയെ ചുറ്റിക ആണ് ഈ മതിലിങ്ങനെ കിടക്കുന്നത്.
ഓൾഡ് സിറ്റിയിൽ നിന്നും വീണ്ടും മറ്റു മനോഹരമായ കാഴ്ചകൾ ഉണ്ട്. വല്ലാത്തൊരു കാഴ്ചയാണ് ഈ ഓൾഡ് ന്യൂറംബർഗ് സിറ്റിയുടെ. ഈ കല്ലുകൾ, അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച എന്താ പറയുക, മുകളിലെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗം എല്ലാം കൂടെ മനോഹരം എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും ഈ ആ ഒരു മതിലിൻ്റെ കട്ടി എന്ന് പറയുന്നത്. കണ്ടോ, ഇത്രയും ഒരു എന്താ പറയുക, അത്രയും വീതിയിലാണ് ഒരു മതിലുള്ളത്. അതിനെയൊക്കെ പൊളിച്ച് കയറുക എന്ന് പറയുന്നത് അത്ര Yes, you're right. മതിലിൻ്റെ മറ്റൊരു ഭാഗത്തേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. Look at that beautiful area. Yes, yeah, exactly. I think there was something. Yeah. Wow. Man, that's could be. I mean, like these are all the medieval ages. Maybe. Okay. All right. Go. Here's the side. We'll go. Siraj, so you're gonna be famous, you mean? Why? Because you are there in the... Yeah, not there. I mean, even a bomber in the block. 1, 2, 3, go. That. Look at the wall. It's 4 kilometers, total? No. Oh. Wow. I have to tell you, this is insane. Look on this tunnel. I think it was full of water before. Yeah, exactly. This could be full of water on the tunnels. These was a similar wall. Yes. Same construction. And how? ശരിക്കും നമ്മുടെ പാലക്കാടൊക്കെ ടിപ്പുവിൻ്റെ കോട്ടയിൽ കാണുന്ന അതേ ഒരു ടെക്നോളജി പോലെ കണ്ട ഒരു ഭാഗം, പിന്നെ അവിടെ മുന്നിലായിട്ട് മതിൽ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കോട്ടയ്ക്ക് ഇടയിലായിട്ട് വലിയ ആഴത്തിലുള്ള കിടങ്ങ്, പിന്നെ എല്ലാം കൂടെ ആയിട്ട് അതിമനോഹരമാണ്. കണ്ടോ, താഴേക്ക് ഇറങ്ങി പോകാനുള്ള, കോട്ടയുടെ താഴേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ്. Yes. That building with the red. Okay. It is the shelter. Okay. So it's near to the station. Near to the station. On the other side. Okay. So Sheraton, if you book Sheraton next time, that will be much easier to access, right? But I think Sheraton is getting booked right away. I mean, we'll know, yeah. It's a big building. But it gets full very easily. Aboma, to be honest, I'm really amazed with this wall. This is insane. Yes, exactly. So it's a 3-layer. Look, this is the first layer. Okay, where we stand, and then goes to the tunnel, then the second wall, and the other one. So it's 3 layers of protection, and that's insane. Seriously. ന്യൂറംബർഗ് നഗരത്തിലൂടെ ഈ പഴയ മതിലിന് വളരെ പ്രസിദ്ധമാണ്. Yes. Yes, exactly. Maybe the offices or There could be many offices and could be a museum or could be anything. A big entrance there. Yes. All over the area. രാത്രിയാണ്. പകലെല്ലാം നമ്മൾ ജോലി സ്ഥലത്തും മറ്റുമൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ ഈ വഴിക്കൊന്ന് വരണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം വരെ നമ്മൾ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ തിരിച്ച് പറക്കുകയും വേണം. I think it's maybe some offices, some restaurants could be there. Yeah. So that should be a restaurant or something. Yeah, that could be. കണ്ടോ, എത്ര മനോഹരമാണ് ഈ ഒരു ന്യൂറംബർഗിൻ്റെ കാഴ്ചകൾ.
മതിലിൻ്റെ നീളം 4 കിലോമീറ്റർ ഇപ്പോഴും അന്നത്തെ മതിൽ അങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. 2-3 ലെയറുകളായിട്ട് മാറ്റിയിരിക്കുന്ന മറ്റേ ഭാഗം. Exactly. To be honest, Abomar, I mean, this is the right engineering. They didn't lose anything from their history of 500 or 1,000 years, and they just rebuilt it on the right side, next to each other, the train stations, which is easy for the people to access. Yes. So it's really amazing. Wow. Look, ഇത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള എൻട്രൻസ് ആണ്. കണ്ടോ, നമ്മുടെ പഴയ നഗരത്തിൽ നിന്ന് നേരെ താഴേക്ക് ഇതാ ലിഫ്റ്റ് വഴി നിങ്ങൾക്ക് ഇറങ്ങാം. സ്റ്റെയർ ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. നേരെ താഴെ സബ്വേയിലേക്കുള്ള യാത്ര. ദാറ്റ്സ് എ തേർഡ് ലെയർ ആക്ച്വലി. ആ 3ാമത്തെ ലെയറിൻ്റെ വീതി കണ്ടോ എത്രയാണ്? അത്രയും വീതിയിലാണ് ഇത് കിടക്കുന്നത്. യെസ് യെസ്, ഇത് കണ്ടോ? യെസ്, yeah, I'm coming. But don't take a picture. There. No, I'm not gonna take any picture, but at the same time. Either. So I'm gonna talk in Malayalam, all right? Okay. So ഇത് ശരിക്കും നമ്മളിപ്പോൾ കണ്ടത് ന്യൂറംബർഗിലെ 500 വർഷം പഴക്കമുള്ള ന്യൂറംബർഗ് വാളാണ്, അല്ലെങ്കിൽ ന്യൂറംബർഗിലെ മതിലാണ്. 3 ലെയറുകളായിട്ട് എടുത്തു വെച്ച അതിമനോഹരമായിട്ട് അവരുടെ നാടിനെ കാത്ത കിലോമീറ്ററുകൾ നീണ്ടു കിടക്കുന്ന അതിമനോഹരമായൊരു വാൾ. ഞങ്ങളിവിടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇതിനെ മൊത്തം കാണുക എന്നുള്ളതിലാണ്. പക്ഷേ സത്യത്തിൽ ഇതൊരു വല്ലാത്ത ചരിത്ര കാഴ്ച തന്നെയാണ്. ഞാൻ വന്ന സമയത്ത് ന്യൂറംബർഗിനൊക്കെ ഇത് ഹിറ്റ്ലറുടെ നഗരമാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ന്യൂറംബർഗിനെ കുറിച്ച് വല്ലാതെ നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊരു വല്ലാത്ത കാഴ്ചയാണ്. അതിമനോഹരമാണ് ന്യൂറംബർഗ് കാഴ്ചകൾ. Exactly. That's because of. That's not only in Saudi, Abomar. Like everywhere, whoever flying back from China, they are putting in an isolation ward, so that 14 days at least for the incubation period of corona. Yes. There are many actually. So that's the incubation period of the virus, you know. So at least we have to make sure that it doesn't, you know, become contagious and affect others. അപ്പം നമ്മൾ ന്യൂറംബർഗ് വാളിൻ്റെ കാഴ്ചകൾ കുറേ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് ഇരുട്ടാണ്, കുറച്ച് സ്കെയറിയാണ് ഇതിലുള്ള യാത്ര നടക്കുന്നത്. പക്ഷേങ്കിലും ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ ഞങ്ങളൊരു 4-5 പേരുണ്ട്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ 6 പേരുണ്ട്. അപ്പോൾ ഇതൊരു മനോഹരമായൊരു ഈവനിങ്, ഒരു സായാഹ്നമാണ് ന്യൂറംബർഗിൽ. നമ്മൾ പല രാജ്യക്കാരാണ് കൂടുതൽ കൂടെയുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ട്. വാളിൻ്റെ 3ാമത്തെ ഭാഗം വീണ്ടും ഇവിടുന്ന് തുടങ്ങുകയാണ് നഗരത്തിലൂടെ. കാണുന്ന ഇവിടെ കുറച്ച് ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. സത്യത്തിൽ ഇതൊരു നീണ്ട കാഴ്ചയാണ്. മുഴുവൻ പകർത്തി കഴിയാൻ ഒരേ പോലെ തന്നെ തോന്നും. പക്ഷേ ഇവിടെ വേറെ തരത്തിലുള്ള കുറേ ലൈറ്റുകളും ആക്ച്വലി. സോ ഇത് ഇവിടുത്തെ ഒരു മോശം ഏരിയ ആണെന്നാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഔട്ട് ഓഫ് കർട്ടസി നമ്മൾ ആ ഒരു ഭാഗം ചിത്രീകരിക്കാൻ നമ്മൾ ശരിയല്ല. അതുകൊണ്ട് തന്നെ അതൊരു റെഡ് ലൈറ്റ് ഏരിയ ആണ്. അപ്പോൾ അതിനെ നമ്മൾ ചിത്രീകരിക്കുന്നില്ല. അപ്പോൾ ഇത് ന്യൂറംബർഗ് വാളിൻ്റെ മറ്റൊരു എന്താ പറയുക എൻഡാണ്. ഒരു ഡോം അങ്ങേ ഒത്തിരി മുമ്പിലായിട്ട് നമ്മൾ കണ്ടിരുന്ന ഒരു ഡോം. ഇതുപോലെ തന്നെ ഇതുണ്ടോ ഇതിനകത്ത്. ജസ്റ്റ് എ മിനിറ്റ്. ലോക്ക്, ഇത് കണ്ടോ എത്ര വിശാലമാണ് ന്യൂറംബർഗ്. ഇതാണ് ഇതിൻ്റെ അകത്തളം, കോട്ടയുടെ അകത്തളം ഇതാണ്. നോക്കിക്കഴിഞ്ഞാൽ ചുറ്റും അതിമനോഹരമായൊരു കാഴ്ചയാണ്. വലിയ ഗേറ്റ് ഇതാ ഇത്രയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ടോ ഈ കോട്ട കണ്ടോ, ഇതിനപ്പുറത്തേക്കൊരു ലെയർ നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെ 3 ലെയറുകളിലായിട്ടാണ് ഈ നഗരത്തെ, ന്യൂറംബർഗ് നഗരത്തെ കണ്ടോ. വാച്ച് ടവർ, ഇതിന് മുകളിൽ അത്രയും ഉയരത്തിലൊരു വാച്ച് ടവർ. ഇത് കോട്ടയുടെ മറ്റൊരു കവാടം. അങ്ങനെ
ഇതാണ് ശരിക്ക് ന്യൂറംബർഗ് കോട്ടയുടെ അകത്തുള്ള അല്ലെങ്കിൽ ഓൾഡ് സിറ്റി ഓഫ് ന്യൂറംബർഗ് എന്ന് പറയുന്ന ഭാഗം. ഇതൊരു അതെ പാലക്കാട് ടിപ്പുവിന്റെ കോട്ടയുടെ നേരത്തെ നമ്മൾ കണ്ട ന്യൂറംബർഗിലെ പിന്നെ വാളിന്റെ അകത്തുള്ള കാഴ്ചയാണ്. 3 ലെയറുകളായിട്ട് അതുപോലെ തന്നെ ഓരോ കല്ലിന്റെയും ശ്രദ്ധത്തില്ലേ ഒരു കല്ലിന്റെ വലുപ്പം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ കണ്ട ശരിക്കും നമ്മുടെ കൈകൊണ്ട ഒറ്റ കല്ലുകൾ വെച്ചിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ. അതിമനോഹരമാണ് ന്യൂറംബർഗിന്റെ ഈ പഴയ നഗരത്തിൽ നിന്നുള്ള കാഴ്ച. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു കാഴ്ചയോടുകൂടെ നമ്മൾ ന്യൂറംബർഗിന്റെ ഈ പഴയ ന്യൂറംബർഗ് ഓൾഡ് സിറ്റിയുടെ കാഴ്ച നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. ബൈ.